കേരള ടൂറിസത്തിൻ്റെ ഐക്കോണിക് സ്പോട്ടായ മൂന്നാറിലെ ഗ്യാപ്പ് റോഡിലൂടെയാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. മൂന്നാറിൽ വയലറ്റ് വസന്തം തീർത്ത ജക്രാന്ത മരങ്ങളും ഈ അടുത്ത് ഹിറ്റായ KSRTCയുടെ റോയൽ വ്യൂ ഡബിൾ ഡെക്കർ സർവീസും മനോഹരമായ തേയിലത്തോട്ടങ്ങളൊക്കെ നിറഞ്ഞ ലോക്ക്ഹാർട്ട് എസ്റ്റേറ്റും ഒക്കെ കണ്ട് ആനയിറങ്ങൽ ഡാം വരെയുള്ള ഒരു ബൈക്ക് റൈഡാണ് ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ്. സോ വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് ARJ ട്രെയിൽസ്. ഇന്നലെ വൈകിട്ട് നല്ല മഴയായിരുന്നു, അതുകൊണ്ട് റോഡിൽ പല സ്ഥലത്തും ഇതുപോലെ ബ്ലോക്കായിരുന്നു. നമ്മൾ ഏകദേശം ഒരു 2 മണിയോട് കൂടി നാട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഒരു 6:30 കൂടി നമ്മളിപ്പോൾ മൂന്നാർ പള്ളിവാസൽ വ്യൂ പോയിന്റിലാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. മൂന്നാർ റൂട്ടിൽ അടിമാലിയൊക്കെ കഴിഞ്ഞ് തേയിലത്തോട്ടങ്ങളൊക്കെ തുടങ്ങുന്ന ആ ഒരു ഭാഗമാണിത്. സൂര്യൻ ഇങ്ങനെ ഉദിച്ചു വരുന്ന സമയത്ത് മൂന്നാർ തേയിലത്തോട്ടങ്ങളുടെ ഇടയിലുള്ള ഈ ഒരു ബൈക്ക് യാത്ര പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഫീലാണ് നമുക്ക് തരുന്നത്. അതിൻ്റെ കൂടെ തന്നെ രാവിലെ നല്ല തണുപ്പുമുണ്ട്. ഈ കാണുന്ന വയലറ്റ് പൂക്കളുള്ള മരമാണ് പരീക്ഷാമരം എന്നറിയപ്പെടുന്ന ജക്രാന്ത ട്രീ. ഇപ്പോൾ മൂന്നാറും പരിസര പ്രദേശങ്ങളിലൊക്കെ ഇത് പൂക്കുന്ന ഒരു സീസണാണ്. നീലവാക എന്നറിയപ്പെടുന്ന ഈ മരം മൂന്നാറിൻ്റെ പ്രവേശന കവാടമായ ചിത്തിരപുരം 2-ാം മൈൽ മുതൽ മറയൂര് തലയാറ് വരെയാണ് ഇപ്പോൾ പൂവിട്ട് നിൽക്കുന്നത്. പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഇവിടെ വന്ന ബ്രിട്ടീഷുകാരാണ് പാതയോരങ്ങളിലും തേയിലത്തോട്ടങ്ങളുടെ നടുക്കുമൊക്കെയായി ഈ കാണുന്ന മരങ്ങൾ നട്ടുപിടിപ്പിച്ചത്. അലങ്കാരത്തിന് വേണ്ടിയും തണൽ കിട്ടുവാനും ഒക്കെ വേണ്ടി നട്ടുപിടിപ്പിച്ച ഈ മരങ്ങളുടെ 90% ഇപ്പോൾ നശിച്ചു പോയിട്ടുണ്ട്. മൂന്നാർ ടൗണിൽ എത്തുന്നതിന് മുമ്പ് തന്നെ ഇത് കാണാമെങ്കിലും ഏറ്റവും കൂടുതൽ ഇത് പൂത്തു നിൽക്കുന്നത് ഇപ്പോൾ മറയൂർ റൂട്ടിലാണ്. ഏകദേശം ഫെബ്രുവരി മുതൽ ഏപ്രിൽ മാസം വരെയൊക്കെയാണ് ഇത് പൂവിട്ട് നിൽക്കുന്നത്. നമ്മളുടെ നാട്ടിൽ ഏകദേശം പരീക്ഷകളൊക്കെ നടക്കുന്ന ആ ഒരു സമയത്ത് പൂക്കുന്നത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഇതിന് പരീക്ഷാമരം എന്ന പേരിൽ അവർ വിളിച്ചത്. ഈ മരങ്ങൾക്ക് കൊതുകിനെ തുരത്തുവാനും അതുവഴി ഉണ്ടാകുന്ന അസുഖങ്ങളൊക്കെ കുറയ്ക്കാൻ പറ്റുമെന്നും ഇവിടെയുള്ള പഴമക്കാർ വിശ്വസിച്ചിരുന്നു. ഇങ്ങനെയുള്ള പല പ്രത്യേകതകളും ഇതിൻ്റെ ഭംഗിക്ക് പുറമെ ഉള്ളതുകൊണ്ടായിരിക്കാം ബ്രിട്ടീഷുകാർ ഒരുപക്ഷെ ഇതിവിടെ കൊണ്ട് നട്ടുപിടിപ്പിച്ചത്. ഈ മരത്തെ ചുറ്റിപ്പറ്റി ഒരുപാട് അന്ധവിശ്വാസങ്ങളും അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്നു. പരീക്ഷയ്ക്ക് പോകുമ്പോൾ ഈ മരത്തിൻ്റെ ഇല തലയിൽ വീണ് കഴിഞ്ഞാൽ നമ്മൾ പരീക്ഷയിൽ പരാജയപ്പെടുമെന്നും, എന്നാൽ മരത്തിൻ്റെ ഇല താഴെ വീഴുന്നതിന് മുമ്പ് നമ്മളത് പിടിച്ചു കഴിഞ്ഞാൽ ആ ദൗർഭാഗ്യം മാറിക്കിട്ടുമെന്നും ഒക്കെ ഇവിടുത്തെ അന്നത്തെ ആൾക്കാർ വിശ്വസിച്ചിരുന്നു. ഇതാണ് പള്ളിവാസൽ പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ടുള്ള പെൻസ്റ്റോക്ക് പൈപ്പ്. അങ്ങനെ നമ്മളൊരു 7:30 ആയപ്പം മൂന്നാർ ടൗണിലെത്തി. മൂന്നാർ ടൗണിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ ഇതുപോലെ വലത്തേക്ക് തിരിഞ്ഞ് ഒരു പാലം കയറി ഈ കാണുന്ന വഴിയോടെയാണ് നമ്മൾ ഗ്യാപ്പ് റോഡിലേക്ക് കയറുന്നത്. ഇവിടുന്ന് അങ്ങോട്ട് ഇനി ഒരു 32 കിലോമീറ്ററോളം ഈ ഗ്യാപ്പ് റോഡിൻ്റെ കാഴ്ചകളാണ് നമ്മുടെ ഈ വീഡിയോയിൽ മെയിനായിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി അവിടുന്ന് അങ്ങോട്ട് കാഴ്ചകളുടെ ഒരു പൂരം തന്നെയാണ്. നമ്മൾ ഗ്യാപ്പ് റോഡിലോട്ട് കയറി ഏകദേശം ഒരു 2 കിലോമീറ്ററോളം കഴിയുമ്പോൾ തന്നെ നമുക്ക് ഇതുപോലെ മൂന്നാർ ടൗണിൻ്റെ നല്ലൊരു വിദൂര കാഴ്ച നമുക്ക് കാണാൻ പറ്റും. മൂന്നാർ വരുന്ന സഞ്ചാരികളിൽ ഏറെയും ആൾക്കാർ പോകുന്നത് മാട്ടുപ്പെട്ടി കുണ്ടല വഴിയൊക്കെ ടോപ്പ് സ്റ്റേഷനിലേക്കുള്ള ആ ഒരു റൂട്ടിലാണ്. ഇപ്പോൾ അതുപോലെ തന്നെ സഞ്ചാരികൾ ഏറ്റവും കൂടുതൽ പോകുന്ന മറ്റൊരു റൂട്ടായി മാറിയിരിക്കുകയാണ് ഈ ഗ്യാപ്പ് റോഡ് റൂട്ട്. ഈ കാണുന്ന മലകൾക്കിടയിലുള്ള ഈ മൂന്നാർ ടൗണിൽ നിന്നും മാട്ടുപ്പെട്ടിയിലേക്ക് പണ്ട് കാലത്ത് റെയിൽവേ സർവീസ് ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? മൂന്നാറിൽ 1909 മുതൽ 1924 വരെ ഉണ്ടായിരുന്ന റെയിൽവേ സർവീസാണ് മൂന്നാർ റെയിൽവേ എന്ന് അറിയപ്പെട്ടിരുന്നത്. സ്വകാര്യ ഉടമസ്ഥതയിലുണ്ടായിരുന്ന ഈ റെയിൽവേ ഇന്ത്യയിലെ ആദ്യത്തെ മോണോറെയിൽ സിസ്റ്റമായിരുന്നു. പിന്നീട് നാരോ ഗേജ് ആക്കി മാറ്റിയ ഈ റെയിൽവേ സിസ്റ്റം 1924 വരെ പ്രവർത്തിച്ചിരുന്നു. എന്നാൽ 99 വെള്ളപ്പൊക്കം എന്നറിയപ്പെടുന്ന പ്രളയത്തിൽ ഇത് മുഴുവൻ തകർന്നു പോയി. മൂന്നാറിലെ അന്നത്തെ റെയിൽവേയുടെ അവശിഷ്ടങ്ങളിൽ പലതും ഇന്ന് പലയിടത്തായി ഇവിടെ കാണാൻ പറ്റും. മൂന്നാർ റെയിൽവേ സ്റ്റേഷനായി പ്രവർത്തിച്ചിരുന്ന കെട്ടിടം ഇന്ന് ടാറ്റ ടീയുടെ ഓഫീസാണ്. ഇതിനു മുന്നിൽ പഴയ റെയിൽവേ ട്രാക്ക് കടന്നുപോയ ആ വഴികളൊക്കെയാണ് പിന്നീട് റോഡായിട്ട് ഡെവലപ്പ് ചെയ്തത്. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ മൂന്നാർ മുതൽ പൂപ്പാറ വരെയുള്ള ഭാഗമാണ് ഗ്യാപ്പ് റോഡ്. 32 കിലോമീറ്ററോളം ദൂരം വരുന്ന ഈ ഒരു റോഡ് പേര് പോലെ തന്നെ കാഴ്ചകൾക്ക് ഒരു ഗ്യാപ്പും തരാത്ത ഒരു റൂട്ടാണ്. വലിയ 2 മലകൾക്കിടയിലൂടെ വെട്ടിയുണ്ടാക്കിയ റോഡായതുകൊണ്ടാണ് ഇതിന് ഗ്യാപ്പ് റോഡ് എന്ന പേര് വന്നത്. നമ്മൾ ഈ റൂട്ടിൽ സഞ്ചരിക്കുമ്പോൾ ഇതുപോലെ കാണുന്ന ചെറിയ വഴികളിലൂടെയൊക്കെ അകത്തോട്ട് കയറി പോവുകയാണെങ്കിൽ ഒരുപാട് നല്ല കാഴ്ചകളൊക്കെ അവിടെ നമുക്ക് കാണാനുണ്ട്. ഞങ്ങൾ ഇതുപോലെ ഉള്ളിലോട്ട് കയറി ചെന്നപ്പോഴും ഇവിടെ കുറേ ഫോട്ടോയൊക്കെ എടുക്കാൻ പറ്റിയ ഒരുപാട് സ്ഥലങ്ങളുണ്ടായിരുന്നു. ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ വന്നു പോകുന്ന ഒരു ടൂറിസ്റ്റ് പ്ലേസാണ് മൂന്നാർ.
മൂന്നാറിൽ ഇപ്പോൾ വീക്കെൻഡ്സിലൊക്കെ ഉണ്ടാകുന്ന തിരക്ക് നമ്മൾ സ്ഥിരം കാണുന്നതാണ്. സാധാരണഗതിയിൽ മൂന്നാർ വന്നു കഴിഞ്ഞാൽ മൂന്നാർ മാട്ടുപ്പെട്ടി ടോപ്പ് സ്റ്റേഷൻ ആ റൂട്ടിൽ കണ്ടമാനം ബ്ലോക്കായിട്ട് വണ്ടികളൊക്കെ നിർത്തിയിടേണ്ട ഒരു അവസ്ഥ വരെ ഇപ്പോൾ ഉണ്ടാവാറുണ്ട്. നിങ്ങൾക്ക് തിരക്കിലൊന്നും പെടാതെ മൂന്നാറിലേക്ക് എത്തിച്ചേരുവാനായിട്ട് വേറെ വ്യത്യസ്തമായൊരു റൂട്ട് പരീക്ഷിക്കാവുന്നതാണ്. അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് അടിമാലി വന്നിട്ട് നേരെ മൂന്നാറിന് വരുന്നതിന് പകരം അടിമാലിയിൽ നിന്ന് വലത്തോട്ട് തിരിഞ്ഞ് രാജാക്കാട് റൂട്ടിൽ വന്നിട്ട് അവിടുന്ന് പൂപ്പാറ എത്തി അതിനുശേഷം ഈ ഗ്യാപ്പ് റോഡിലൂടെ സഞ്ചരിച്ച് നിങ്ങൾ മൂന്നാറിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളി കാഴ്ചകളും കണ്ട് നിങ്ങൾക്ക് യാതൊരുവിധ ബ്ലോക്കിലൊന്നും പെടാതെ മൂന്നാറിൽ എത്തിച്ചേരാൻ പറ്റുന്നതാണ്. നിങ്ങൾ ഇതുവഴിയൊക്കെ യാത്ര ചെയ്യുവാണെങ്കിൽ മെയിൻ റോഡൊക്കെ വിട്ടുപിടിച്ച് ഇടയ്ക്ക് ഇതുപോലെ കാണുന്ന ഇടവഴികളിലൂടെയൊക്കെ കയറിപ്പോയി അവിടുത്തെ ഗ്രാമീണ കാഴ്ചകളും ഇതുപോലത്തെ കൊച്ചു കൊച്ചു ക്ഷേത്രങ്ങളും ഒക്കെ സന്ദർശിച്ച് പോവുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് വ്യത്യസ്തമായ ഒരു യാത്രാനുഭവം തന്നെയായിരിക്കും നൽകുക. നമ്മൾ ഉള്ളിലോട്ടൊക്കെ കയറി പോകുമ്പോഴാണ് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത പോലെ ഇതുപോലത്തെ കാഴ്ചകളൊക്കെ നമ്മളുടെ മുന്നിൽ വന്ന് പെടുന്നത്. ഇതുപോലത്തെ ചെറിയ വഴികളിലൂടെയൊക്കെ ഉള്ളിലോട്ട് കയറി പോയി കഴിഞ്ഞാൽ എക്സ്പ്ലോർ ചെയ്യപ്പെടാത്ത ഒരുപാട് സ്ഥലങ്ങൾ നമുക്ക് കാണാൻ പറ്റും. പക്ഷേ നിങ്ങൾ കയറി പോകുമ്പോൾ ശ്രദ്ധിക്കുക, ഒരിക്കലും പ്രൈവറ്റ് പ്രോപ്പർട്ടിക്കകത്തോട്ട് ഒരു കാരണവശാലും നിങ്ങൾ എൻ്റർ ചെയ്യരുത്. തോട്ടം തൊഴിലാളികൾ കൂട്ടത്തോടെ താമസിക്കുന്ന ലയങ്ങളൊക്കെയാണ് ഈ കാണുന്നത്. ഞങ്ങൾ കാഴ്ചകളൊക്കെ കണ്ട് ഇതുവഴി നടന്നപ്പോൾ ഇവിടുത്തെ ലോക്കലായിട്ടുള്ള ആൾക്കാർ വന്നിട്ട് തലേ ദിവസം ഇവിടെ പടയപ്പം ഇറങ്ങി ഇവിടുത്തെ കടകളും അതുപോലെ ചെറിയ വീടുകളൊക്കെ തകർത്തെന്നും അത് ഇങ്ങോട്ടൊക്കെ ഓടി വന്നിട്ടുണ്ടെന്നും ഒക്കെ പറഞ്ഞതുകൊണ്ട് അധികം നേരം അവിടെ കിടന്ന് കറങ്ങാതെ ഞങ്ങൾ വീണ്ടും മെയിൻ റോഡിലോട്ട് പോകാൻ തന്നെ തീരുമാനിച്ചു. ലോകത്ത് ഒരുപാട് സ്ഥലങ്ങളിൽ തേയിലക്കൃഷി ഉണ്ടെങ്കിലും മൂന്നാറിലെ തേയിലത്തോട്ടങ്ങളുടെ ആ ഒരു അടുക്കും ചിട്ടയുമൊന്നും മറ്റ് സ്ഥലങ്ങളിലൊന്നും കാണാൻ പറ്റില്ല എന്ന് ഒരിക്കലും സന്തോഷ് ജോർജ് കുളങ്ങര പറഞ്ഞ ആ ഒരു കാര്യം ഈ കാഴ്ചകളൊക്കെ കാണുമ്പോൾ ഞങ്ങൾ ഓർക്കുകയാണ്. പണ്ട് ഈ കാണുന്ന റോഡ് വളരെ വീതി കുറഞ്ഞ റോഡായിരുന്നു. അതിനുശേഷം ഏകദേശം 8 വർഷത്തോളം എടുത്തിട്ടാണ് ഇന്ന് കാണുന്ന നിലയിൽ ഈ റോഡ് പണിത് തീർത്തത്. ഈ റോഡ് ഇത്രയും വികസിച്ചത് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെട്ടത് തമിഴ്നാട്ടിൽ നിന്നും ഇങ്ങോട്ട് വരുന്ന സഞ്ചാരികൾക്കാണ്. നമ്മൾ ഇപ്പം ഏകദേശം മൂന്നാർ ലോഹാർട്ട് വ്യൂ പോയിന്റിൻ്റെ അടുത്തെത്തിയിരിക്കുകയാണ്. ഈ റൂട്ടിൽ ഏറ്റവും മനോഹരമായ തേയിലത്തോട്ടങ്ങളൊക്കെ സ്ഥിതി ചെയ്യുന്ന ഒരു വ്യൂ പോയിന്റാണ് ലോഹാർട്ട് എസ്റ്റേറ്റ്. അങ്ങനെ നമ്മൾ ലോഹാർട്ട് വ്യൂ പോയിന്റിൽ എത്തിയപ്പം ആദ്യം കണ്ട കാഴ്ചയാണിത്. ഇന്നലെ രാത്രി പടയപ്പം ഇറങ്ങി തകർത്തിട്ടിരിക്കുന്ന കടയാണ് ഈ കാണുന്നത്. ലോഹാർട്ട് എസ്റ്റേറ്റ് ഒക്കെ കഴിഞ്ഞ് മുന്നോട്ട് വരുമ്പോഴാണ് നമ്മൾ ചൊക്രാമുടിയിലേക്ക് കയറി പോകുന്ന വഴിയൊക്കെ ഉള്ളത്. കൊളുക്കുമലയൊക്കെ പോലെ മൂന്നാർ വന്നു കഴിഞ്ഞാൽ നല്ല രീതിയിൽ സൂര്യോദയം കാണാൻ പറ്റുന്ന മറ്റൊരു സ്ഥലമാണ് ചൊക്രാമുടി. ഫോറസ്റ്റിൻ്റെ 400 രൂപയുള്ളൊരു പാസ് എടുത്തിട്ട് വേണം നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ട്രക്ക് ചെയ്യാനായിട്ട്. ഏകദേശം ഒരു 2 മണിക്കൂറോളം ഇതിൻ്റെ മുകളിൽ എത്തുവാൻ വേണ്ടി നമുക്ക് സമയമെടുക്കുന്നതാണ്. അതുപോലെ തന്നെ തിരിച്ചിറങ്ങുവാനും നല്ല രീതിക്ക് സമയമെടുക്കും. അതുകൊണ്ട് ഞങ്ങൾ ചൊക്രാമുടിയിലേക്കുള്ള യാത്രയൊക്കെ പിന്നീടത്തേക്ക് പ്ലാൻ ചെയ്തിട്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ് ചെയ്തത്. ചൊക്രാമുടിയിലെ സൂര്യോദയ കാഴ്ചകളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു വീഡിയോ എന്തായാലും ഉടൻ തന്നെ വരുന്നതായിരിക്കും. നമ്മൾ ചൊക്രാമുടി ട്രക്ക് ചെയ്ത് കയറുന്നത് ആ ദൂരെ കാണുന്ന 2 മലകളുടെ ഏറ്റവും ടോപ്പിലാണ്. ഇവിടെ റോഡ് സൈഡിൽ ചെറിയൊരു ഗുഹയുണ്ട്. അകത്തോട്ട് ഒരുപാട് ദൂരമൊന്നുമില്ല. ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ ചെറിയൊരു റൂമിൻ്റെ വലിപ്പം അത്രയും മാത്രമേ ഉള്ളൂ ഈ ഗുഹ. പക്ഷേ ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ ഭയങ്കര വവ്വാലും ശല്യങ്ങളൊക്കെയാണ്. പിന്നെ വരുന്ന വഴിക്ക് വേണമെങ്കിൽ ഒന്ന് കയറി പോകാം, അത്ര മാത്രമേ ഉള്ളത്. ഇതിനകത്ത് പ്രത്യേകിച്ചൊന്നും കാണാനൊന്നുമില്ല. പിന്നെ എനിക്ക് നോക്കിയിട്ട് ഇതുകൊണ്ട് ആകെ ഒരു പ്രയോജനം തോന്നുന്നത് നല്ല മഴയൊക്കെ ഉള്ളൊരു സമയത്ത് ഈ റൂട്ടിലെങ്ങാനും വന്നു കഴിഞ്ഞാൽ മഴ കൊള്ളാതിരിക്കാൻ വേണമെങ്കിൽ ഇതിനകത്ത് കയറിയിരിക്കാം. അല്ലാതെ പ്രത്യേകിച്ചൊരു പ്രയോജനമൊന്നും ഈ ഗുഹ കൊണ്ട് കാണുന്നില്ല. അങ്ങനെ ഗുഹയിൽ നിന്ന് ഇറങ്ങി വന്നപ്പോഴാണ് കറക്റ്റായിട്ട് ഈ വണ്ടി നമ്മളുടെ മുന്നിൽ കൊണ്ട് നിർത്തിയത്. ഈ അടുത്ത കാലത്ത് കേരളത്തിൽ ഹിറ്റായ KSRTCയുടെ ഒരു ഡബിൾ ഡെക്കർ സർവീസാണിത്. ഈ ഡബിൾ ഡെക്കർ ബസ്സിൽ കയറി മൂന്നാർ ടൗൺ മുതൽ ഗ്യാപ്പ് റോഡ് വഴി സഞ്ചരിച്ച് ആനയിറങ്ങൽ ഡാം വരെയാണ് ഈ ബസ് സർവീസ് നടത്തുന്നത്. ഇവരൊരു ടീ ബ്രേക്കിന് ഇവിടെ നിർത്തിയപ്പോഴാണ് നമ്മൾ കറക്റ്റായിട്ട് ഈ വണ്ടിയുടെ ഫ്രണ്ടിൽ വന്ന് പെട്ടത്.
KSRTCയുടെ ഈ ഒരു സർവീസ് വളരെയധികം ഹിറ്റായെന്ന് ഞങ്ങൾക്ക് ഈ വണ്ടി വന്നപ്പോൾ തന്നെ മനസ്സിലായി. ഫുൾ സീറ്റിങ്ങോടുകൂടി തന്നെയാണ് ഈ വണ്ടി ഇവിടെ വന്നത്. എന്തായാലും ആൾക്കാരൊക്കെ ചായ കുടിക്കാനൊക്കെ ഇറങ്ങിയ ഒരു ഗ്യാപ്പിൽ ഈ വണ്ടിയുടെ ഉൾവശം ഒന്ന് കാണാൻ വേണ്ടി ഞങ്ങൾ കയറിയതാണ്. എന്തായാലും അടിപൊളിയായിട്ടാണ് ഈ വണ്ടിയുടെ ഉൾഭാഗമൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ മുകളിലത്തെ നിലയിൽ നിന്ന് യാത്ര ചെയ്യുവാനായിട്ട് ഒരാൾക്ക് 400 രൂപയും താഴത്തെ നിലയിൽ യാത്ര ചെയ്യാൻ 200 രൂപയുമാണ് നിരക്ക്. ഇതാണ് ഇതിൻ്റെ രണ്ടാമത്തെ നില. ഫുള്ള് ഗ്ലാസ് വെച്ചിട്ടാണ് ഇത് മുഴുവൻ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചുറ്റുമുള്ള കാഴ്ചകളൊക്കെ നമുക്ക് നല്ല രീതിയിൽ കാണാൻ പറ്റും. അതിൻ്റെ കൂടെ തന്നെ ആൾക്കാർക്ക് എൻജോയ് ചെയ്ത് പോകാൻ വേണ്ടി ഇവിടെ മ്യൂസിക് സിസ്റ്റവും മൈക്കും കാര്യങ്ങളൊക്കെ ഈ സൈഡിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ബസ്സിൻ്റെ മുകളിലത്തെ നിലയിൽ 38 പേർക്കും താഴെ 12 പേർക്കുമാണ് സീറ്റ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നമുക്ക് കുടിവെള്ളവും അതുപോലെ സ്നാക്സും കാര്യങ്ങളും ഒക്കെ ഈ ബസ്സിനകത്ത് നിന്ന് ലഭിക്കും. ഏതായാലും ഇറങ്ങിയപ്പോൾ തന്നെ ഈ വണ്ടി വളരെയധികം ഹിറ്റായി. 10 ദിവസം കൊണ്ട് തന്നെ ഏകദേശം 3 ലക്ഷം രൂപയുടെ അടുത്ത് ഈ ബസ് കളക്ട് ചെയ്തു. എല്ലാ ദിവസവും 3 സർവീസുകളാണ് ഇതിനുള്ളത്. രാവിലെ 9 മണിക്ക് മൂന്നാർ KSRTC ഡിപ്പോയിൽ നിന്ന് ആരംഭിച്ച് കുറേ വ്യൂ പോയിന്റുകളൊക്കെ സന്ദർശിച്ച് ഗ്യാപ്പ് റോഡിലൂടെ ആനയിറങ്ങൽ വഴി ഉച്ചയ്ക്ക് 12 മണിക്ക് തിരിച്ചെത്തുന്നതാണ് ആദ്യത്തെ ട്രിപ്പ്. പിന്നീട് 12:30-ക്കും അതുപോലെ തന്നെ 3:30-ക്കും ഒക്കെ മറ്റ് സർവീസുകളുമുണ്ട്. ഈ ഒരു ബസ്സിൽ യാത്ര ചെയ്യണമെങ്കിൽ നിങ്ങൾ മുൻകൂട്ടി KSRTCയുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ ഇത് ബുക്ക് ചെയ്യണം. ഈ ഒരു യാത്രയിൽ ലോക്ക്ഹാർട്ട് വ്യൂ പോയിന്റ്, റോക്ക് കേവ്, പെരിയ കനാൽ വെള്ളച്ചാട്ടം, ആനയിറങ്ങൽ ഡാം എന്നീ പോയിന്റുകളിലാണ് ഈ ബസ് നിർത്തുന്നത്. അങ്ങനെ ഞങ്ങളിപ്പോൾ ആനയിറങ്ങൽ ഡാമിലേക്കുള്ള യാത്രയിലാണ്. മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ഒരു ടോൾ പ്ലാസ കാണാൻ പറ്റും. ഈ ടോൾ ബൂത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഇടുക്കി ജില്ലയിലെ ആദ്യത്തെ ടോൾ പ്ലാസയാണിത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം വാഷ്റൂമും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇതുവഴി യാത്ര ചെയ്യുമ്പോൾ പൊതുവേ ടോയ്ലറ്റ് സൗകര്യങ്ങളൊക്കെ കുറവാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് വാഷ്റൂമിലൊക്കെ പോകണമെങ്കിൽ ഈ ടോൾ പ്ലാസയുടെ സൈഡിൽ അതിനുള്ള സൗകര്യങ്ങളൊക്കെ അവർ ഒരുക്കിയിട്ടുണ്ട്. ഇതാണ് കൊളുക്കുമല സഫാരി പിക്കപ്പ് പോയിന്റ്. ഇവിടെ നിന്ന് മുകളിലേക്ക് കാണുന്ന വഴിയിലൂടെയാണ് നമ്മൾ സൂര്യനെല്ലിയിലേക്കും കൊളുക്കുമലയിലേക്കും ഒക്കെ പോകുന്നത്. ഇവിടെ നിന്ന് ഇനി നമ്മൾ മറ്റൊരു മലയുടെ സൈഡിലൂടെയാണ് താഴേക്കുള്ള യാത്ര തുടങ്ങുന്നത്. ഗ്യാപ്പ് റോഡിലെ ഒരു പ്രധാനപ്പെട്ട വ്യൂ പോയിന്റ് ആണിത്. ബാക്കിൽ കാണുന്ന ആ മലയൊക്കെ സൂര്യനെല്ലിയുടെയും കൊളുക്കുമലയുടെയൊക്കെ ഭാഗമാണ്. അതുപോലെ തന്നെ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ആനയിറങ്ങൽ ഡാമും ദൂരെ കാണാൻ പറ്റുന്നതാണ്. ഇനി അങ്ങോട്ട് ആനയിറങ്ങൽ ഡാം വരെയുള്ള റോഡ് നല്ല ഇറക്കമാണ്. ഈ വഴി ഇത്രയും ഫേമസ് ആവാൻ കാരണം ഇതുവഴി അരിക്കൊമ്പനെ പിടിച്ചുകൊണ്ട് പോയപ്പോൾ മാധ്യമങ്ങൾ വഴി കിട്ടിയ ഒരു റീച്ചാണ്. അങ്ങ് താഴെ ആനയിറങ്ങൽ ഡാമിൻ്റെ പരിസരത്ത് നിന്നും അരിക്കൊമ്പനെ പിടിച്ചുകൊണ്ട് ലോറിയിൽ കൊണ്ടുപോകുന്ന കാഴ്ചകളൊക്കെ അന്ന് എല്ലാ ചാനലിലൂടെയും നമ്മൾ കണ്ടതാണ്. അങ്ങനെ ഏകദേശം ഒരു 10-25 കിലോമീറ്ററൊക്കെ യാത്ര ചെയ്ത് നമ്മളിപ്പോൾ ആനയിറങ്ങൽ ഡാമിലെത്തിയിരിക്കുകയാണ്. നമ്മൾ ആനയിറങ്ങൽ ഡാമിൻ്റെ ആ ഒരു മെയിൻ സ്പോട്ടിലേക്കൊന്നും പോകുന്നില്ല. തൽക്കാലം നമ്മൾ ഇവിടെ ഒരു ഇടവഴിയിലൂടെ ഇറങ്ങി ഡാമിൻ്റെ ഒരു സൈഡിൽ നിന്നുള്ള കാഴ്ചകളാണ് പകർത്താൻ തീരുമാനിച്ചത്. പേര് പോലെ തന്നെ ഇവിടെ ഇഷ്ടംപോലെ ആന ഇറങ്ങുന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ട് നിങ്ങൾ ഇതുപോലത്തെ ഉള്ളിലൂടെയൊക്കെ കയറി പോകുമ്പോൾ ആന ഉണ്ടോയെന്ന് നോക്കി വേണം പോകുവാനായിട്ട്. ഇതുപോലെയുള്ള ഭംഗിയുള്ള കാഴ്ചകളൊക്കെ കണ്ടു നിൽക്കുന്നതിനിടയ്ക്ക് ആനയും കൂടെ പുറകിൽ നിന്ന് വരുന്നുണ്ടോയെന്നും കൂടെ ഇടയ്ക്കൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. അങ്ങനെ മുന്നോട്ട് വന്നിട്ട് റോഡിൽ വണ്ടി ഒതുക്കി വെച്ച് നമ്മൾ ഇതുപോലെ ഒരു ചെറിയ ഇടവഴിയിലൂടെ താഴേക്ക് ഇറങ്ങി പോവുകയാണ്. അങ്ങനെ നമ്മൾ റിസർവോയറിൻ്റെ സൈഡിലെത്തിയിരിക്കുകയാണ്. ഞങ്ങളിപ്പോൾ ഇവിടെ നിൽക്കുന്ന ഈ പുല്ലുമേടൊക്കെ ഡാമിൻ്റെ ക്യാച്ച്മെൻറ്റ് ഏരിയ തന്നെയാണ്. ഡാമിൽ വെള്ളം നിറയുമ്പോൾ ഇവിടെയൊക്കെ വെള്ളത്തിന് അടിയിലാകും. ഇവിടെ ഇതുപോലെ ലോക്കലായിട്ടുള്ള കുറേ ആൾക്കാർ വലയെറിഞ്ഞ് മീൻ പിടിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ മെയിൻ ഡാമിൻ്റെ അവിടെ നിൽക്കുന്നതിനേക്കാളും ഒക്കെ ഒരുപാട് ഭംഗിയുള്ള കാഴ്ചകളാണ്. പക്ഷേ ഇവിടെ ഒരുപാട് നേരം ഇങ്ങനെ നിൽക്കുന്നത് അത്ര പന്തിയല്ല എന്നാണ് ഇവിടുത്തെ ചേട്ടന്മാരൊക്കെ ഞങ്ങളോട് പറഞ്ഞത്. കാര്യം ഇവിടെ എപ്പോഴും ആന ഇറങ്ങുന്ന സ്ഥലമാണ്. ഒരുപാട് ആനകൾ ഇവിടെ വെള്ളം കുടിക്കുവാനും ഈ ഡാമിൽ കുളിക്കുവാനും ഒക്കെ ആയിട്ട് ഇറങ്ങി വരാറുണ്ട്. അതുകൊണ്ട് ഇങ്ങോട്ടൊക്കെ ഇറങ്ങി വരുന്നത് കുറച്ച് റിസ്ക്കാണ്. ഇവിടെ ഹൈഡൽ ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് ബോട്ടിങ്ങും മറ്റ് ആക്ടിവിറ്റീസും ഒക്കെ ഉണ്ട്. നിങ്ങൾ മെയിൻ ഡാമിൻ്റെ അവിടെ പോവുകയാണെങ്കിൽ പാസ്സൊക്കെ എടുത്ത് അതൊക്കെ ട്രൈ ചെയ്യാവുന്നതാണ്. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അതുപോലെ തന്നെ ഞങ്ങളുടെ അടുത്ത വീഡിയോ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടാനായിട്ട് ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക.
So see you in the next video. Until then, bye bye.